ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ഇഫ്താർ സ്നാക്ക് തന്നെയാണ് കേട്ടോ. ഇന്നത്തത് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നൊരു സ്നാക്കാണ്. വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. അതിനായിട്ട് ആദ്യം നമുക്കൊരു ചെറിയൊരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. 1 കപ്പ് തേങ്ങ, നല്ല എരിവുള്ള ഒരു ചെറിയൊരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരയ്ക്കരുത്, നമ്മൾ ചമ്മന്തി അരയ്ക്കില്ലേ അതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി ഉടച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചില്ലി ഫ്ലേക്സ് നല്ല എരിവുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണേ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് എടുക്കുക. ഇനി ഇതിൽ വെക്കാനായിട്ട് ഒരു 3 കോഴിമുട്ട പുഴുങ്ങി നെടുകെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കാടമുട്ടയാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഇനി അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഒരു മുട്ടയും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയിൽ നിന്ന് ഒരു ചെറിയൊരു ബോൾ എടുക്കുക. അത് നമ്മുടെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം ആ ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഒരു പീസ് മുട്ട എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്കതിനെ കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, കാടമുട്ടയാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമുക്ക്. ഇനി നന്നായിട്ട് ഇത് കവർ ചെയ്തതിന് ശേഷം ഈ മുട്ടയുടെ പുറത്തെല്ലാം ഈ പൊട്ടറ്റോയുടെ മിക്സ് വരണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ കവർ ചെയ്തെടുത്തതിനെ ജസ്റ്റ് ഒന്ന് കോൺഫ്ലവറിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ആ പുറം ഭാഗം മൊത്തം കോൺഫ്ലവറിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എല്ലാ സൈഡും നന്നായിട്ട് ആ മുട്ടയുടെ മിക്സ് ഒന്ന് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ്. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിനി എണ്ണ വെച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം. നമ്മൾ വളരെ സോഫ്റ്റായിട്ട് വേണം കേട്ടോ നമ്മുടെ സ്നാക്കിനെ ഹാൻഡിൽ ചെയ്യാൻ. പതുക്കെ വേണം തിരിച്ചും മറിച്ചുമൊക്കെ ഇടാനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ സ്പീഡിൽ കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇതായിപ്പോൾ നമ്മുടെ സ്നാക്ക് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ നമ്മൾ കോരി മാറ്റണം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോരി മാറ്റാവുന്നതാണ്. നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.